ജെകെആർ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ജൂനിയർ ഇൻസ്പെക്ടർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിന്റെ പരീക്ഷ 5/9/2024 നടക്കാൻ പോവുകയാണ്. അതിനുവേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു 60 ദിവസത്തെ സ്റ്റഡി പ്ലാൻ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത്. വർഷങ്ങളുടെ കോപ്പറേറ്റീവ് ഫീൽഡിൽ സെക്രട്ടറി ലെവലിൽ പ്രവർത്തിച്ച് വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തി എന്ന നിലയിലും ഒരു വർഷങ്ങളായിട്ട് കോപ്പറേറ്റീവുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകൾ എടുക്കുന്ന ഒരു അധ്യാപകൻ എന്ന നിലയിലും എനിക്ക് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ റാങ്ക് കരസ്ഥമാക്കാനുള്ള ഒരു സ്റ്റഡി പ്ലാൻ ഞാൻ തന്നെ തയ്യാറാക്കിയ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ തന്നെ തയ്യാറാക്കിയ റാങ്ക് ഫയൽ നിങ്ങൾക്ക് ലഭ്യമാണ്. റാങ്ക് ഫയലിനകത്ത് ഓരോ ടോപ്പിക്കിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനുകളും പരമാവധി പ്രീവിയസ് ക്വസ്റ്റ്യനുകളും അതുപോലെ തന്നെ എക്സ്പെക്റ്റഡ്, ഇമ്പോർട്ടൻറ്റ്, അതുപോലെ തന്നെ പ്രീവിയസ് എല്ലാ ക്വസ്റ്റ്യനുകളും ഉൾപ്പെടുത്തിയാണ് റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. എക്സാം ക്രാക്കറായിട്ടാണ് റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങൾക്ക് മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ ഒക്കെ അയച്ചു നൽകുന്നതാണ്. അപ്പോൾ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഒരു 60 ദിവസത്തെ സ്റ്റഡി പ്ലാന് ഞാൻ നിങ്ങളിലേക്ക് ഇന്നത്തെ ദിവസം പറഞ്ഞു തരാം. നിങ്ങൾ ആ രീതിക്ക് പഠിക്കുകയാണെങ്കിൽ ഒരു റാങ്ക് ലിസ്റ്റിൽ എത്തിച്ചേരാൻ യാതൊരു പ്രയാസവും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ റാങ്ക് ലിസ്റ്റിൽ എത്തിച്ചേരാൻ സാധിക്കും. സാധാരണഗതിയിൽ ഈ കോപ്പറേറ്റീവ് ആയിട്ട് ബന്ധപ്പെട്ട പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് എല്ലാം അറിയാം, ഇപ്രാവശ്യത്തെ സിലബസ് വളരെ എളുപ്പത്തിൽ ക്യാച്ച് ചെയ്യാവുന്ന ഉദ്യോഗാർത്ഥികൾക്ക് റാങ്ക് കരസ്ഥമാക്കാവുന്ന രീതിയിലാണ് PSC അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കോർപ്പറേഷന്റെ ഭാഗത്തു നിന്ന് 50 മാർക്കും 40 മാർക്ക് ബാങ്കിങ്ങിന്റെ ഭാഗത്തു നിന്നും 10 മാർക്ക് IT ആൻഡ് സൈബർ ലോസ് ആണ് വരുന്നത്. ഇങ്ങനെയാണ് ഇതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. കോർപ്പറേഷനകത്ത് തന്നെ പല വിഭാഗങ്ങളായിട്ട് നിന്നുള്ള ഒരു 10 ടോപ്പിക്കോളം വരുന്നുണ്ട്. ആ ടോപ്പിക്കിൽ നിന്നുള്ള ഓരോ ദിവസവും നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ആ ഭാഗം നമുക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ആ ഭാഗത്തുനിന്ന് വരുന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനുകളെല്ലാം തന്നെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ക്യാച്ച് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു 5 ദിവസം നമുക്ക് കോർപ്പറേഷൻ ആൻഡ് അതർ എക്കണോമിക് സിസ്റ്റംസിൻ്റെ അകത്തുനിന്ന് ആദ്യത്തെ 5 ദിവസം അതിനു വേണ്ടിയിട്ടുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനുകളെല്ലാം തന്നെ നിങ്ങൾ പഠിക്കുക. അതിനുശേഷം എവല്യൂഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് അതിനു വേണ്ടിയിട്ട് അടുത്ത 5 ദിവസം പ്രത്യേകമായിട്ട് മാറ്റിവെക്കുക. അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവ്സ് ആൻഡ് ഇന്ത്യ ആൻഡ് കേരള. അപ്പോൾ അത് ഇച്ചിരി കുറച്ച് ഭാഗങ്ങൾ അതിനു വേണ്ടിയിട്ട് നമുക്ക് സമയം കൂടുതലായിട്ട് ചെലവഴിക്കേണ്ടതായിട്ടുള്ളതുകൊണ്ട് അതിനൊരു 7 ദിവസം അതിനു വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട്. അത് കുറച്ച് കാര്യങ്ങൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകമായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ മാനേജ്മെന്റ് ആൻഡ് വർക്കിംഗ് മേജർ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻസ് അതിനു വേണ്ടിയിട്ടൊരു 5 ദിവസം നമ്മൾ മാറ്റി വെക്കണം. ഞാൻ റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. റാങ്ക് ഫയലിൽ ഇതുപോലെ തന്നെ ആ ടോപ്പിക്ക് തിരിച്ച് ഓരോ ടോപ്പിക്കിൽ നിന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനുകളെല്ലാം തന്നെ ടോപ്പിക്ക് തിരിച്ച് പ്രത്യേകം ഹെഡിങ്ങിലാക്കി അതിൽ നിന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനുകളെല്ലാം തന്നെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളതുകൊണ്ട് റാങ്ക് ഫയൽ ഉടൻ തന്നെ മേടിച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഈ ഭാഗങ്ങൾ മുഴുവൻ കവർ ചെയ്ത് പോകാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഉദ്യോഗാർത്ഥികൾ പ്രത്യേകമായിട്ട് നമുക്ക് വേണ്ട എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പല ഭാഗത്തു നിന്ന് സെർച്ച് ചെയ്തെടുത്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോ ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യനുകളൊക്കെ തയ്യാറാക്കി എടുക്കാൻ വളരെയധികം സമയം എടുക്കും. എന്നാൽ എൻ്റെ എക്സ്പീരിയൻസ് അനുസരിച്ച് ഞാൻ ഓരോ ടോപ്പിക്കിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനുകളെല്ലാം തന്നെ പ്രത്യേകം ഹെഡിങ് തിരിച്ച് തയ്യാറാക്കിയിട്ടുള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഈ പറയുന്ന ദിവസങ്ങളിൽ ഓരോ ദിവസവും നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു പോയാൽ മതിയാവും. അതോടൊപ്പം തന്നെ മാനേജ്മെന്റ് ആൻഡ് വർക്കിംഗ് മേജർ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻസ് അതിന് വേണ്ടിയിട്ട് ഒരു 5 ദിവസം നമ്മൾ മാറ്റിവെക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് കോപ്പറേറ്റീവ് ഓഡിറ്റ്. അത് ഒരു 6 ദിവസം നമുക്ക് അതിന് വേണ്ടിയിട്ട് മാറ്റിവെക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് ആ ടോപ്പിക്ക് കവർ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇഷ്യൂസ് ഇൻ കോപ്പറേറ്റീവ് മാനേജ്മെന്റ് അതിന് വേണ്ടിയിട്ട് ഒരു 6 ദിവസം മാറ്റിവെക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അത് മുഴുവനായിട്ട് കവർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ സെറ്റിൽമെന്റ് ഓഫ് ഡിസ്പ്യൂട്ട്സ് അതിന് വേണ്ടിയിട്ട് ഒരു 5 ദിവസം മാറ്റിവെക്കണം. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ധാരാളം ക്വസ്റ്റ്യനുകൾ നമ്മൾ കവർ ചെയ്യാണ്ട് വളരെ പ്രയാസമാണ്. സെറ്റിൽമെന്റ് ഓഫ് ഡിസ്പ്യൂട്ട്സ് എന്നുള്ള ക്വസ്റ്റ്യനുകൾ മനസ്സിലാക്കിയെടുക്കാൻ. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു 5 ദിവസം വേണം. കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ ആൻഡ് ഇൻ കേരള അതിന് വേണ്ടിയിട്ട് ഒരു 6 ദിവസം മാറ്റിവെക്കേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ അത്രയും ഭാഗങ്ങൾ കവർ ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെയാണ് നമ്മൾ ഈ കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട 50 മാർക്കിന്റെ
മുഴുവൻ ടോപ്പിക്കുകളും നമുക്ക് കവർ ചെയ്യാൻ വേണ്ടി ഇത്രയും ദിവസം എടുത്താൽ മാത്രമേ നമുക്ക് ഈ 50 മാർക്ക് ഇതിനകത്തൊരു 45 മാർക്കെങ്കിലും നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കുകയുള്ളൂ. അടുത്തതായിട്ട് വരുന്ന പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ബാങ്കിങ്. ബാങ്കിങ്ങിന് നമുക്ക് 40 മാർക്കാണുള്ളത്. ഈ 40 മാർക്ക് മേടിക്കണമെന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കൊമേഴ്ഷ്യൽ ബാങ്കിങ്. അതിന് വേണ്ടിയിട്ട് ഒരു 4 ദിവസമെങ്കിലും നമ്മൾ കൃത്യമായിട്ട് മാറ്റി വെക്കണം. അതുപോലെ തന്നെ സെൻട്രൽ ബാങ്കിങ് അതിന് വേണ്ടിയിട്ട് വേണം ഒരു 4 ദിവസം മാറ്റി വെക്കണം. അതുപോലെ തന്നെ ഇന്ത്യൻ കൊമേഴ്ഷ്യൽ ബാങ്കിങ് പ്രീ ലിബറലൈസേഷൻ പീരീഡ്സ് അതിന് വേണ്ടിയിട്ട് ഒരു 4 ദിവസം മാറ്റി വെക്കുക. അതുപോലെ തന്നെ പോസ്റ്റ് ലിബറലൈസേഷൻ പീരീഡ് ഉണ്ട്, അതിന് വേണ്ടിയിട്ടും ഒരു 4 ദിവസം മാറ്റി വെക്കണം. കാരണം വെച്ചാൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ പഠിച്ചെടുക്കണമെങ്കിൽ ഇച്ചിരി സമയം വേണം. ഇതുമായിട്ട് ടച്ച് ഇല്ലാത്ത ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഓരോന്നും നമുക്ക് വ്യത്യസ്തമായിട്ട് മാറ്റി നിർത്തി കൂടുതൽ സമയം അതിന് വേണ്ടിയിട്ട് ചെലവഴിക്കുക. അതുപോലെ തന്നെ ബാങ്കിങ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ അതിന് വേണ്ടിയിട്ട് ഒരു 4 ദിവസം മാറ്റി വെക്കുക. പിന്നെ പ്രാക്ടീസ് ഓഫ് ബാങ്കിങ് അതിന് വേണ്ടിയിട്ട് 4 ദിവസം മാറ്റി വെക്കുക. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് അതിന് വേണ്ടിയിട്ട് ഒരു 4 ദിവസം എങ്ങനെയാണെങ്കിലും വേണം. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് പഠിക്കണമെങ്കിൽ ഇച്ചിരി പ്രയാസമാണ്. അതുമായിട്ട് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക. അതിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യനുകളൊക്കെ സാധാരണ രീതിയിൽ കാണാറുണ്ട്. അതുപോലെ തന്നെ അഗ്രികൾച്ചർ ആൻഡ് മൈക്രോ ഫിനാൻസ് ബൈ ബാങ്ക്സ് അതിന് വേണ്ടിയിട്ട് ഒരു 4 ദിവസം മാറ്റി വെക്കുക. പിന്നെ ടെക്നോളജിക്കൽ അഡ്വാൻസസ് ഇൻ ബാങ്കിങ് അതിന് വേണ്ടിയിട്ടും ഒരു 4 ദിവസം മാറ്റി വെക്കുക. റീസെന്റ് ട്രെൻഡ്സ് ഇൻ ഇന്ത്യൻ ബാങ്കിങ് അതിന് വേണ്ടിയിട്ടും ഒരു 4 ദിവസം മാറ്റി വെക്കുക. ഇങ്ങനെ ഇതിന് വേണ്ടിയിട്ട് ഈ കൃത്യമായ ദിവസങ്ങൾ ഞാൻ പറഞ്ഞ രീതിയിൽ മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാങ്കിങ് ഭാഗത്തുനിന്നുള്ള മാക്സിമം ക്വസ്റ്റ്യനുകളെല്ലാം തന്നെ കവർ ചെയ്യാനും പരീക്ഷയ്ക്ക് ഒരു ടോപ്പ് മാർക്ക് സ്കോർ ചെയ്യാനും ഒക്കെ സാധിക്കും. അപ്പോൾ പ്രധാനമായിട്ടും പിന്നെ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഓരോ കോർപ്പറേഷൻ ആണെങ്കിലും ബാങ്കിങ് ആണെങ്കിലും പഠിക്കുന്ന അവസരത്തിൽ വീക്കെൻഡിൽ കൃത്യമായിട്ട് റിവിഷൻ നടത്താൻ വേണ്ടി ഒരു പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ മോഡൽ എക്സാമുകൾ കൃത്യമായിട്ട് നടത്തണം. അത് മോഡൽ എക്സാമുകൾ ഞാൻ ഇപ്പോൾ PSCക്ക് വന്നിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യനുകളെല്ലാം തന്നെ റാങ്ക് ഫയലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തുമ്പോൾ ആൻസർ കീ ഞാൻ താഴെയാണ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ അത് ചെയ്ത് പഠിച്ച് ആൻസർ കീ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കി നിങ്ങൾക്ക് എത്ര മാർക്ക് വരെ സ്കോർ ചെയ്യാൻ പറ്റുമെന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയാണ് റാങ്ക് ഫയൽ തയ്യാറാക്കിയിരിക്കുന്നുണ്ട് വളരെ എളുപ്പത്തിൽ കൂടുതൽ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഞാൻ തയ്യാറാക്കിയ റാങ്ക് ഫയലിനകത്ത് എക്സാം ക്രാക്കർ ആയിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് എന്നാ ഗുണം, ഓരോ ടോപ്പിക്കിൽ വന്നുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനുകൾ മാത്രം, അതായത് ഏറ്റവും പ്രധാനപ്പെട്ടതും നമ്മൾ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനുകളും ഇതുവരെ ആവർത്തിച്ച് വന്നിട്ടുള്ള ക്വസ്റ്റ്യനുകളും പ്രീവിയസ് ക്വസ്റ്റ്യനുകളും ഉൾപ്പെടുത്തിയാണ് ഓരോ ടോപ്പിക്കും ഞാൻ കവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഭാഗങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് കവർ ചെയ്യാൻ റാങ്ക് ഫയലിലൂടെ നിങ്ങൾക്ക് സാധിക്കും. ഇതിൻ്റെയൊക്കെ വന്നിട്ടുള്ള ക്വസ്റ്റ്യനുകളെല്ലാം തന്നെ നിങ്ങൾക്ക് കളക്ട് ചെയ്യണമെങ്കിൽ വളരെ സമയം എടുക്കും. എന്നാൽ റാങ്ക് ഫയൽ മേടിച്ചാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഈ ക്വസ്റ്റ്യനുകളെല്ലാം തന്നെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ കവർ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ IT ആൻഡ് സൈബർ ലോസിന്റെ ഭാഗത്തു നിന്ന് ഒരു 10 മാർക്കിന്റെ വരുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നിങ്ങളൊരു 10 ദിവസത്തോളം നിങ്ങൾ മാറ്റി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഒരു 60 ദിവസം കൊണ്ട് ഈ ടോപ്പിക് എല്ലാം തന്നെ കവർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ, കൃത്യമായിട്ട് ഓരോ ടോപ്പിക്കിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനുകൾ മാത്രം. ഇനിയിപ്പോൾ നമുക്ക് വളരെ കുറച്ച് ദിവസം മാത്രമേ കിട്ടുള്ളൂ. അതുകൊണ്ട് എക്സാം ക്രാക്കർ ആയിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ പഠിക്കുക. അതായത് ഓരോ ടോപ്പിക്കിൽ നിന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനുകൾ, ആവർത്തിച്ച് വന്നിട്ടുള്ള ക്വസ്റ്റ്യനുകൾ, പ്രീവിയസ് ക്വസ്റ്റ്യനുകൾ, അതോടൊപ്പം തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യനുകൾ എല്ലാം തന്നെ കൃത്യമായിട്ട് നോക്കുക. അതോടൊപ്പം തന്നെ മോഡൽ എക്സാമുകൾ കൃത്യമായിട്ട് ചെയ്ത് പഠിക്കുക. റിവിഷൻ പരമാവധി റിവിഷൻ ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും റാങ്ക് ലിസ്റ്റിൽ എത്തിച്ചേരാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അതിനു വേണ്ടിയിട്ടൊക്കെ തന്നെ എല്ലാ രീതിയിലും റാങ്ക് കൈവസമാക്കാവുന്ന രീതിയിലാണ് ഞാൻ റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനുകളെല്ലാം തന്നെ റാങ്ക് ഫയലിനകത്ത് ഓരോ ടോപ്പിക്ക് തിരിച്ച് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വളരെ എളുപ്പം തന്നെ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ റാങ്ക് ഫയൽ മേടിക്കാത്ത ഉദ്യോഗാർത്ഥികളുണ്ടെങ്കിൽ ഉടൻ തന്നെ റാങ്ക് ഫയൽ മേടിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.